കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവാ, ഞാൻ പറയുന്നത് കേക്ക് മോനെ. ഞാൻ പറയുന്നതൊന്ന് കേക്ക് മോനെ. ഞാൻ പറയുന്നത് കേക്ക് മോനെ. ദേവാ, മോനെ. ദേവാ, ഇറങ്ങടി, ഇറങ്ങാൻ. നിന്റെ മോങ്ങലൊന്ന് അവസാനിപ്പിക്കോ? വൈദേഹി ഇല്ലെന്നല്ലേ നീ അവിടെ വെച്ച് പറഞ്ഞത്? എന്നാ എന്റെ വൈദേഹി തിരിച്ചു വന്നിരിക്കും. എങ്ങനെയാണെന്നല്ലേ? നാളെ കാലത്ത് എന്റെ കല്യാണമല്ലേ? എന്റെ വൈദേഹി ഉറപ്പായിട്ടും അവിടെ എത്തിയിരിക്കും. അത് നീയും നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണണം. വന്ന് കേറ്. നാളെ നിന്റെ കണ്ണുകൊണ്ട് വൈദേഹിയെ നിനക്ക് കാണാം. കേറ്. വരാൻ. എല്ലാ മഴച്ചാറ്റിൻ കുളിർ ചൂടാറുണ്ടേ ഉള്ളം. അരിമുല്ലച്ചേലിൽ പൂക്കും ചിരിയോർത്താലം നേരം. കാണാക്കുയിൽ പാട്ടിൻ മധു പെയ്യാറുണ്ടേ മന്ദം. കളിവാക്കും നീനച്ചെങ്ങാൻ ഞൊടി ചാഞ്ഞാലം നേരം. കനവിൻ വാതിൽക്കൽ നീ വന്നു നിന്നാലോ കുടകിൻ പൂപ്പൂത്ത താഴ്വാരമാകും ഞാൻ.
അറിയും കുറ്റാലം അരുവിത്തുള്ളാട്ടം നീയൻ ചുണ്ടിൽ സാരമില്ല, പിടിച്ചിരിക്ക്. പാട്ടേറുമ്പോൾ എല്ലാ മഴച്ചാറ്റിൻ കുളിർ ചൂടാറുണ്ടേ ഉള്ളം അരിമുല്ലച്ചേലിൽ പൂക്കും ചിരിയോർത്താലം നേരം കാണാക്കുയിൽ പാട്ടിൻ മധു പെയ്യാറുണ്ടേ മന്ദം കളിവാക്കും നിനച്ചെങ്ങാൻ ഞൊടിച്ചാഞ്ഞാലം നേരം എന്തുപറ്റി? എന്താ കാര്യം? ഇറങ്ങ. കുടിക്കേ. ഹലോ, കുടിക്കാനാ പറഞ്ഞത്. വേഗം കുടിക്കേ. ഒരു ഇളനീര് കുടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ലേ? കൈ മാറ്റ്. കുടിക്കേ. താഴെ പോകുന്ന കണ്ടില്ലേ? മതിയോ അതോ ഒന്നുകൂടെ വാങ്ങിച്ചു തരണോ? എന്നാ ശരി. ആ പെണ്ണിന് ആരുമില്ലെന്ന് പറഞ്ഞിട്ട് പോലും അവൻ കേട്ടില്ല. എന്നിട്ട് എവിടെയോ കൊണ്ട് കളയാൻ പോയിരിക്കുക. ഇത്രയും പേരുണ്ടായിട്ടും ആരും ഒന്ന് വാ തുറന്നില്ലല്ലോ. അത്രയ്ക്ക് ധൈര്യോടെ ആർക്കെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? വൈദേഹി പ്രേതമാണെന്ന് പറഞ്ഞതിന് എല്ലാരെയും എടുത്തിട്ട് അലക്കിയവനാ. പുറത്തുനിന്ന് ഒരുത്തി പറഞ്ഞ അവൻ വെറുതെ ഇരിക്കോ? ഇനി ജാനകി അങ്ങ് മറന്നേക്ക്. ജാനകി, ഇന്ദുമ്മേ, ഇപ്പഴാ സമാധാനമായി. അവന് നീ വലിയ കാര്യമൊന്നും ആക്കണ്ട. മനസ്സുകൊണ്ട് ഒത്തിരി നല്ലവനാ. കണ്ടോ, നിന്നെ കളയാൻ അവന് തോന്നിയില്ല. ഹലോ, ഇനി ഇറങ്ങിപ്പോവാന്നൊന്നും വിചാരിക്കണ്ട. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇന്ദു, ഇവിടെ ഇറങ്ങിപ്പോവാൻ നോക്കിക്കോണം, കേട്ടല്ലോ? ഞാനിവിടെയൊക്കെ കാണും. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ് കളയാൻ കൊണ്ടുപോയിട്ട് ഇനിയിപ്പൊ ഇറങ്ങി പോവരുതെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. എന്താ ഉണ്ടായേ? എന്താ അവൻ പറഞ്ഞു? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഏയ്, എന്തുണ്ടായതെന്ന് മര്യാദയ്ക്ക് പറയ്. ഇടയ്ക്ക് വെച്ച് വൈദേഹി വല്ലതും കേറിയോ? നിന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കാൻ അവളാണോ പറഞ്ഞേ? ഏയ്, എന്താ ഈ പറയുന്നത്? ഇനി ആ പ്രേതത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഹലോ, അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവൻ എങ്ങോട്ടാ നിന്നെ കൊണ്ടുപോയത്? കളഞ്ഞിട്ട് വരാൻ പോയവൻ പിന്നെ എന്തിനാ തിരിച്ചു കൊണ്ടുവന്നത്? അവിടെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞോ? പറയാം. എന്നെ ആരുമില്ലാത്ത ഒരിടത്തേക്ക് കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് തിരിച്ചു പോയ ആളാ. പിന്നെ എന്താ പറ്റിയെന്നറിയില്ല.
വീണ്ടും തിരിച്ചു വന്ന് വൈദേഹി ഇല്ലെന്നല്ലേ പറഞ്ഞത്? വൈദേഹി തിരിച്ചു വരും, നീ അത് കാണണമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്നു. നിങ്ങക്ക് എന്താ തോന്നുന്നേ? വൈദേഹി വരുമെന്നാണോ അതോ വരില്ലെന്നാണോ? ഇന്ദുമ്മയ്ക്ക് എന്താ തോന്നുന്നേ? വൈദേഹി തിരിച്ചു വരുമോ? ദേവൻ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ അവൾ ഉറപ്പായിട്ടും വരും. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? മാളവികയ്ക്ക് എന്താ തോന്നുന്നേ? ഊർമിള ചേച്ചിക്ക് എന്താ തോന്നുന്നേ? വൈദേഹി ചേച്ചി എങ്ങനെയാ വരുവാന്നൊന്നും എനിക്കറിയാല. ഈ വീട്ടിലിനി ഒറ്റ ഒരെണ്ണത്തിന് എല്ലുണ്ടാവത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. പ്രേതമാണെന്ന് പറഞ്ഞാൽ ദേവൻ ചേട്ടൻ എടുത്തിട്ടലക്കും. ശരിക്കും പ്രേതം വന്നാൽ പ്രേതം തന്നെ എടുത്തിട്ടല്ല ഒരു അലക്കും. ഇനി ഇവിടെ ഒന്നും അലക്കലോട് അലക്കലായിരിക്കും. ആരാടാ പ്രേതം? ഒരു ഇളനീര് കുടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ലേ? കൈ മാറ്റ്, കുടിക്ക. ഹലോ മാഡം. എവിടെയാ നിങ്ങള്? അവൻ വന്നോ? ഇല്ല മാഡം, അവന്റെ റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല. മുറി പൂട്ടിയിട്ടിരിക്കുക. വന്ന് അവനെ വെറുതെ വിടില്ല മാഡം. അവൻ വരും. ഏതെങ്കിലും ഒരു നേരത്തായിരിക്കും കയറി വരുന്നത്. ഞങ്ങളുടെ പ്രേമത്തിന്റെ എല്ലാ തെളിവുകളും അവന്റെ കയ്യിലുണ്ട്. അവനിനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്. ആ തെളിവുകൾ നശിപ്പിച്ചു കളഞ്ഞേക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം, ഞാൻ നോക്കിക്കോളാം. എന്നെയാണോ നീ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നേ? അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? രാഹുൽ, ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. നീ പെട്ടെന്ന് അങ്ങോട്ട് പോവൊന്നും വേണ്ട. കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്ക്. നീ കേട്ടല്ലോ? രാഹുലിന് ഇവക്ക് എങ്ങനെ അറിയാം? പെട്ടെന്ന് പോകണ്ടെന്നൊക്കെ പറയുന്നേ ഏത് രാഹുലിനോടായിരിക്കും? സമയം വരും രാഹുൽ, തിരക്ക് കൂട്ടൊന്നും വേണ്ട. കേട്ടല്ലോ? എന്നാ ഞാൻ വെക്കട്ടെ. ആരാ ഈ രാഹുൽ? എന്റെ ഫ്രണ്ട്. എന്തുപറ്റി? രാഹുലിന്റെ പേര് കേട്ടതും മാളവിക എന്തിനാ വേർക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. വെളിയില് നല്ല ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും. പെട്ടെന്ന് പോവൊന്നും വേണ്ട, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്താ അത്? ഓ അതോ, ഞങ്ങളുടെ രാഹുൽ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകുന്നത് സ്ഥിരം പതിവാ. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തെരുവ് പട്ടികൾ കുറച്ചുകൊണ്ട് പിറകെ കൂടി. പെട്ടെന്ന് ഓടിപ്പോവാൻ ശ്രമിച്ച പട്ടി കടിക്കുവേ. അവറ്റകൾ പോയിട്ട് പോയാ മതിയെന്ന് പറഞ്ഞതാ. പട്ടിയെ തന്നെയാണോ ഇവൾ ഉദ്ദേശിച്ചത്, അതോ ഞങ്ങളുടെ ആൾക്കാരെങ്ങാനും ആണോ? ആയിരിക്കില്ല. ഈ രാഹുലിന് ജാനകിക്ക് അറിയാൻ വഴിയില്ല. വേറെ ഏതെങ്കിലും രാഹുലായിരിക്കും. മാളവിക എന്താ ആലോചിക്കുന്നേ? മുഖം കണ്ടിട്ട് എന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. ടെൻഷനൊന്നുമില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഇനി നീ എവിടുന്ന് ഉറങ്ങാനാ? ഇന്നത്തെ രാത്രി നിനക്ക് കാളരാത്രിയാ. അവിടെ നിന്റെ റൗഡിപ്പട്ടികൾ എത്ര കാവല് നിന്നാലും അവർക്ക് രാഹുലിനെ കിട്ടാൻ പോകുന്നില്ല. തെളിവുകളായിട്ട് അവൻ രാവിലെ ഇങ്ങോട്ട് വരുമ്പോ നിന്റെ ചായം വെളുത്തോളും. ജാനകി, ജാനകി, മോളെ ജാനകി, 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 ജാനകി. വിനയ,
ആ പറയും തോമേ. ജാനകി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലല്ലോ തോമേ. താഴെ ഇടാൻ നോക്കിട്ടെ. ഈ ജാനകി ഇത് എവിടെ പോയതായിരിക്കും? ചേടാ ഇന്ദുമേ, വൈദേഹി, വൈദേഹി, നീയായിരുന്നു? ഇത് വൈദേഹിയുടെ സാരിയല്ലേ? നീ എന്തിനാ എടുത്തുകൊടുത്തേ? വൈദേഹിയുടെ സാരി എടുത്ത് കൊടുത്തതല്ലേ ഇന്ദുമ്മേ? അതിനെന്തിനാ ഇന്ദുമ്മ ഇങ്ങനെ അതിശയിക്കുന്നേ? നീ അതിന് വൈദേഹിയാണോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വൈദേഹി പ്രേതമായിട്ട് എന്നിലേക്ക് കേറുമ്പോ ഞാൻ വൈദേഹിയാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നേ? അപ്പൊ ഞാൻ തന്നെയല്ലേ വൈദേഹി? ഇന്ദുമ്മ എന്നെ ഈ സാരിയിൽ കണ്ടപ്പോ വൈദേഹി ആയിരിക്കുമോ എന്നൊന്നും സംശയിച്ചില്ലേ? ആരാ കുട്ടി നീ? ഞാൻ ആരാണെന്ന് ഇന്ദുമ്മയ്ക്ക് അറിഞ്ഞൂടെ? അറിഞ്ഞോണ്ട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ ജാനകിയാ. അത് തന്നെയാ ചോദിച്ചത്. സത്യം പറഞ്ഞു, ആരാ നീ? ഇന്ദുമ്മേ, അത് എനിക്ക് സത്യം കേട്ടാ മതി. ഇന്ദുമ്മേ, വൈദേഹി മരിച്ചിട്ടില്ലല്ലോ. പ്രേതം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? എന്നോട് സത്യം പറ. സത്യം പറയേ ജാനകി.